അപ്പൊ നമ്മള് രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് രാവിലത്തെ ഫുഡ് നല്ല കേമായിരുന്നു, നല്ല സുഖം ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ കഴിച്ച് അപ്പൊ തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടി. നമ്മള് ഹോട്ടൽ അടുത്തായത് കാരണം നമ്മള് പെട്ടെന്ന് വന്ന് ഇപ്പൊ നമ്മള് കുറെ നേരം ബാത്റൂമിലായിരുന്നു. 2 ദിവസം നമ്മൾ ഉറങ്ങി. നമ്മള് ഉച്ചക്കത്തെ ഫുഡ് മേടിക്കാൻ പോവാണ്. ഉച്ചക്കത്തെ ഫുഡ് അങ്ങനെ ആവരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പൊ നമുക്ക് ഉച്ചക്കത്തെ ഫുഡ് മേടിക്കാൻ പോവാം. അപ്പോ ഗൈസ് നമ്മുടെ ലിഫ്റ്റിലുള്ള വ്യൂ ആണ് കേട്ടോ, കടലിന്റെ കിണ്ണം കാച്ചി വ്യൂ ലിഫ്റ്റിലുള്ള. നീതല്ലമ്മ പിള്ളല്ലേ കിട്ടത്. അപ്പൊ ഗൈസ് നമ്മൾ നേരത്തെ 2 ചിക്കൻ 1 ഫിഷ് ബിരിയാണിയൊക്കെയാണ് നമ്മൾ കഴിച്ചത്. അത് കഴിച്ച് നമ്മൾ റൂമിൽ വന്നിട്ട് റെസ്റ്റൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് പള്ളിയോട്ട് പോയാൽ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. സാധനങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ വീടിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ പൊരിയും എണ്ണയൊക്കെ കൊടുക്കണ്ടേ. അപ്പം അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ, പിന്നെ 2 പുറകിലുള്ള പള്ളിയിലൊക്കെ കയറാൻ നമ്മൾ സ്റ്റാളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് നേരെ സ്റ്റാളിലോട്ട് പോകാം. നമ്മളൊരു ചായ അല്ലെങ്കിൽ കാപ്പി കുടിക്കാനുള്ള പോക്കാണ്. ഇല്ല തുറന്നിട്ടില്ല. അതിൻ്റെ ഇപ്പുറത്തെ കടയിൽ ഞങ്ങൾ ചായ കുടിച്ചിട്ട് വരാം. ഗൈസ് ഇപ്പം കാണിച്ച ഷോപ്പ് മാളിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കയറിയിട്ട് അവിടെ കൊന്തൊന്നുമില്ല നല്ലത്. അപ്പം നമ്മൾ പുറത്തൊരു കടയിൽ കയറി കൊന്ത പഠിക്കാൻ വേണ്ടി പോണേന്. അടുത്ത കൂടി കാണിച്ചു തരാം. പഴയലീൻ്റെ ഉള്ളിലൊന്നും വീടെടുക്കാൻ പറ്റില്ല. അതാണ് ചില സ്ഥലങ്ങളിൽ മാത്രമേ വീടെടുക്കുന്നുള്ളൂ. നിങ്ങൾ ഈ റോഡ് സൈഡിലിരിക്കുന്ന കൊന്തൊന്നും മാറ്റി നമുക്ക്
കമ്പയൊക്കെ വാങ്ങിച്ചു ഗൈസ്. അമ്മ മേടിച്ച സാധനങ്ങളൊക്കെ മുത്തിക്കാൻ വേണ്ടി ആവയം മരി എന്ന് പറഞ്ഞ പുതിയൊരു ബിൽഡിങ്ങിൽ വന്നൊക്കെയാണ് ഗൈസ്. അത് പുതിയതായിട്ട് പണിതാണ്. ഈ അടുത്ത് കുഞ്ഞിനെ ഒരു കീച്ച കാണിച്ചു. കീച്ച കാണിച്ചാൽ കറങ്ങണ റൊണാൾഡോ ഇങ്ങനെ കറങ്ങും. കണ്ട കറങ്ങണ റൊണാൾഡോ. റൊണാൾഡോ ഫാനായി തരണം. ഗൈസ് കുമ്പസരിക്കാൻ പോണാണ് നമ്മൾ. രാവിലെ നമ്മൾ കുർബാനയ്ക്ക് പോയി, പക്ഷേ കുർബാന സ്വീകരിച്ചില്ല. നമ്മൾ കുമ്പസരിക്കാൻ പോണാണ്. ഇവിടുത്തെ ഒരു സംഭവം പറഞ്ഞിട്ട് ഇവിടെ ഇത് കൂടുതലാണ്. മറ്റേ ഭിക്ഷയാടന ആൾക്കാർ അത് കൂടുതലാണ്. ഇതൊക്കെ നമ്മൾ നിർത്തലാക്കണം. പിന്നെ പള്ളി ഇപ്പം സെറ്റായിട്ട് ഇപ്പം നല്ല വൃത്തിയായി പള്ളിയൊക്കെ കുറേ കണ്ടേ. നമ്മൾ പിച്ചിനെ വിളിക്കാൻ വേണ്ടി പോണേണ്. അപ്പം നമ്മൾ കുമ്പസരിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിനി മറ്റേ മുട്ട നീന്തണ പള്ളിയിലോട്ട് വന്നേക്കണാണ്. അവിടെ നമുക്ക് വെള്ളവും പിന്നെന്താ തിരിയൊക്കെ മേടിക്കാനുണ്ട്, എണ്ണയൊക്കെ മേടിക്കാനുണ്ട്. അതൊക്കെ മേടിക്കാൻ വേണ്ടി നമ്മൾ ആ പള്ളിയിലോട്ട് വന്നേക്കണാണ്. ആ പള്ളി കയറി പ്രാർത്ഥിക്കണം. നമ്മളിനി പള്ളിയിലോട്ട് കയറാൻ പോവുകയാണ്. നമ്മളിപ്പോൾ ഒരു ബാത്റൂമിൽ പോയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പള്ളിയിലോട്ട് പള്ളി കാണിച്ചു തരാം. എവിടെ ഒരു ഹോളി വാട്ടർ സ്റ്റാച്ചു വെള്ളം വാങ്ങിക്കാൻ വേണ്ടി വന്നേക്കാണ്. കുഞ്ഞുവെള്ളം കിണറ്റിൽ അയ്യണ അതിലേ ഹലോ ഗൈസ്. പിന്നെ ഡേ 3 അറ്റ് വേളാങ്കണ്ണിയാണ്. ഇപ്പം നമ്മളിന്ന് പള്ളിയിൽ കുർബാനൊക്കെ വന്നേക്കണേ. 9 മണിക്കാണ് കുർബാന. 8:51 ഇന്നലെ രാത്രി നമ്മൾ ബീച്ചിലോട്ടൊക്കെ പോയി. ബീച്ചൊന്നും നമ്മൾ ഇതുവരെ കാണിച്ചിട്ടില്ല. ബിക്കോസ് ഓഫ് ബീച്ചിലോട്ട് പോകുമ്പോൾ നമ്മുടെ ഫോണിൽ ചാർജ് ഉണ്ടാവില്ല. തന്നെയാണ് കാരണം. നമ്മൾ ബീച്ചിൽ പോകണമെന്നും കാണിച്ചിട്ടില്ല ഗൈസ്. നമുക്കിനി നേരെ കുർബാന കൂടെ ഇന്നലെ രാത്രിയാണ് നമ്മൾ കുമ്പസരിച്ചൊക്കെ കുർബാനയ്ക്ക് കയറാൻ വേണ്ടി, അതല്ല കുർബാന സ്വീകരിക്കാൻ വേണ്ടി നമ്മളിനി കുമ്പസരിച്ച് ഇന്നലെ കുമ്പസരിച്ച് പോയി നമുക്കിനി കുർബാനയ്ക്ക് കയറി പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങിയാണ്. ഇന്ന് 5 മണിക്കാണ് നമുക്ക് ട്രെയിൻ. അപ്പോൾ കുർബാന കൊണ്ടുപോകും.
നമ്മൾ രാവിലെ പള്ളിയിൽ പോയിട്ട് കുർബാനയൊക്കെ കണ്ട് തിരിച്ചിറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 മണിക്ക് റൂമിൽ നിന്ന് ഇറങ്ങി കൊടുക്കണം. നമുക്ക് 5 മണിക്കാണ് ഫ്ലൈറ്റ്, അല്ല 5 മണിക്കാണ് ട്രെയിൻ. അപ്പോൾ 5 മണിക്ക് നമ്മൾ പോകും. അപ്പോൾ ചാച്ചനും അമ്മ മമ്മി സാവി എല്ലാവരും ഇവിടെ ഉണ്ട്. സീനാണ്. നമ്മളപ്പോൾ നമ്മൾ നൈസായിട്ട് ഫുഡ് കഴിക്കാൻ പോകണാണ്. അല്ലല്ലേ അതെ. രാവിലെ അമ്മച്ചിക്കും അപ്പച്ചക്കും വിശന്നപ്പോൾ ഒരു വട മേടിച്ച് അതിൻ്റെ പകുതി എനിക്ക് തന്ന്. സാവി കൊണ്ട് കൊടുത്തില്ലെന്ന് പറഞ്ഞ് അവൻ കരയുവാ, അവന് വട വേണമെന്ന്. അപ്പോൾ നമ്മൾ വട തിന്നാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ കടയിൽ എത്തിയിട്ട് കാണാം. അപ്പോൾ